അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന പാചകം പഴപ്രഥമനാണ്. പഴപ്രഥമൻ നമ്മൾ 7 കിലോ പഴം മേടിച്ച് വില കുറച്ച് കിട്ടിക്കൊണ്ട് മേടിച്ചാണേ. അപ്പോൾ നമ്മൾ കളയണ്ടല്ല, സ്റ്റോർ ചെയ്ത് വെക്കാം നമുക്ക്. അതിന് വേണ്ടിയുള്ളതാണ്. സ്റ്റോർ ചെയ്യേണ്ട രീതിയിൽ നമ്മളിത് നശിപ്പിച്ച് കളയണ്ടല്ലോ. അപ്പോൾ നമ്മളിത് ചെയ്യണം. പഴപ്രഥമൻ ഉണ്ടാക്കിയാണ്. പഴം 7 കിലോ പഴം, അത് തൊണ്ട് പൊളിച്ച് കഴിയുമ്പോൾ അത് 5 കിലോ അതിൻ്റെ ഇത് കാമ്പ് കിട്ടും. ആ കാമ്പ് നമ്മൾ ഉടച്ച് ഇതുപോലെ ആക്കി തീർത്തിട്ട് ഇളക്കുക. അടപ്പത്ത് വെച്ച് ഇളക്കുക. അടപ്പത്ത് കത്തിച്ച് നമ്മൾ അടുപ്പത്തണ്ടേ കത്തിച്ച് ഇളക്കുക. ഇളക്കി കുറച്ച് നമ്മൾ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കണം. നെയ്യ് ഉണ്ട് ഇവിടെ. ഈ നെയ്യ് ചേർത്തുകൊണ്ടിരിക്കണം. അത് ചേർത്ത് കഴിഞ്ഞ ശേഷം ശർക്കരപ്പാനി നമ്മൾ ഉരുക്കി വെക്കുക. ശർക്കരപ്പാനി ഉരുക്കി വെക്കണമെന്ന് വെച്ചാൽ അതിലൊന്നും എത്തിയിടരുത്. കാരണം ഇതിൽ മണ്ണ് കല്ലുകളൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഈ പാനി ഇതിൽ ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് അടിയിലോട്ട് ഊറിയിട്ട് ആ പാവ്, അതായത് ആ ശർക്കര പാനി എന്ന് പറയാമല്ലോ, ആ പാനി നമ്മൾ ഒഴിക്കുക. അതിലോട്ട് പതിയെ ചേർത്ത് ഇളക്കി ഇതിലോട്ട് ഒഴിച്ചുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കണം. നെയ്യ് നമ്മളിങ്ങനെ കുറച്ച് ഒഴിക്കണം, നല്ലതാണ്. അതായത് ആ പഴം അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ്. അതിനൊരു അടിയിൽ ഒരു ലൂബ്രിക്കേഷൻ കിട്ടണമല്ലോ, അതിനു വേണ്ടിയാണത്. ഇങ്ങനെ ഇളക്കി അത് കുറച്ച് ഒഴിച്ച് അതിനൊരു പാകം വരുത്തണം. വേവണം, അത് അത്യാവശ്യം വേവണം. ഏകദേശം എത്ര മണിക്കൂറോളം വേവുണ്ട്? അതായത് 5 കിലോൻ്റെ കാമ്പാണ് നമ്മൾ ഉള്ളത്. തൊലി കളഞ്ഞ് 5 കിലോ കാമ്പ് മാത്രമുണ്ട്. 5 കിലോ കാമ്പിൽ നമുക്കൊരു 2.5 കിലോ ശർക്കര, 2.5 കിലോ ശർക്കര പാവെടുക്കാം കേട്ടോ. ഉരുകി അത് ഉരുക്കൊണ്ടിരിക്കണേ. ഈ പാവ് എടുക്കാം. ഇത് കുറച്ച് ഇടുള്ളൂ. അല്ല കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടേ ഫുള്ള് കാണിക്കില്ല, കുറച്ച് കാണിക്കാം കേട്ടോ. ഇതിൽ നമ്മൾ ചുക്ക്, ഏലക്ക, ജീരകം, കുറച്ച് ജീരകം കൂടി പൊടിച്ചിടണം. ഓക്കെ, ബാക്കി ഞാൻ പിന്നെ അത് കാണിച്ചു തരാം.